പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആയിരക്കണക്കിന് മനുഷ്യരവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അക്ഷരം ഇറ്റിച്ചു കൊടുത്ത, അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ആ നാടിൻ്റെയൊക്കെ വളരെ പ്രിയപ്പെട്ടവരായിരുന്നവർ ഇപ്പോൾ മടങ്ങുകയാണ്. 5 അധ്യാപകർ, ഒപ്പം തൊട്ടടുത്ത സ്കൂളിലുണ്ടായിരുന്ന അധ്യാപിക, പാചക തൊഴിലാളി, അവരുടെ മകനടക്കം 9 പേരാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 3 പേർ ഇപ്പോഴും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ തുടരുന്നു. ഒരാൾ ഇപ്പോൾ പൊള്ളാച്ചി ഗവൺമെൻറ് ആശുപത്രിയിലാണുള്ളത്. പ്രിയപ്പെട്ടവരെ, വി എസ് രഞ്ജിത്ത് ഉണ്ട്. വി എസ് രഞ്ജിത്ത്, വലിയൊരാൾക്കൂട്ടം ഇതിനകം തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൃദയവേദനയോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രയയപ്പ് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് ആംബുലൻസ് എത്തും. ആംബുലൻസിൽ എല്ലാ ക്രമീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞോ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കണ്ട് അവരെ യാത്രയയക്കാൻ? ഡോക്ടറും തീർച്ചയായിട്ടും മിനിറ്റുകൾക്കകം ആംബുലൻസ് പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് എത്തിക്കഴിയും. സ്കൂൾ മുറ്റം മുഴുവൻ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഞാൻ നിൽക്കുന്ന സ്കൂളിന് പുറത്താണ്. ഇപ്പോഴും നൂറുകണക്കിന് മനുഷ്യർ ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കുറുവ പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്കൂളാണ്. കാരണം പാറമ്മൽ LP സ്കൂൾ എന്ന് പറയുന്ന ഈ നാട്ടിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന, ഇവരൊക്കെ പഠിച്ച് വളർന്ന സ്കൂളാണ്. അവിടെ 10-25 വർഷമൊക്കെ പഠിപ്പിച്ച അധ്യാപികമാരുണ്ട്. റംല ടീച്ചറെ പോലുള്ള, അജിത ടീച്ചറൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണെങ്കിലും ഈ നാട്ടുകാരിയാണ്, പുലാമന്തോൾ സ്വദേശിയാണ്. നേരത്തെ ഈ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക പറയുന്നുണ്ടായിരുന്നു, അവർക്കൊപ്പം PSC ലഭിച്ച് അവർക്കൊപ്പം വളർന്ന് അവർക്കൊപ്പം റിട്ടയർമെൻറ്റിന് കാത്തിരിക്കുന്ന അധ്യാപികയായിരുന്നു അജിത ടീച്ചർ. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ, ഈ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ധാരാളം ഓർമ്മകളുള്ള മനുഷ്യർ ഇങ്ങനെ ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം അവരെ 9 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഈ ആംബുലൻസുകളിൽ നിന്ന് മൃതദേഹങ്ങൾ ഒന്നിച്ച് ഒരു പന്തലിൽ ഇറക്കി വെച്ച് 9 മൃതദേഹങ്ങളും വരിവരിയ വെച്ച് അവിടുത്തെ കുട്ടികൾക്ക്, ആ സ്കൂളിലെ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയുള്ള സജ്ജീകരണം ആദ്യം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊപ്പം കുട്ടികളുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കും, അധ്യാപകരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവിടുത്തെ PTA ഭാരവാഹികൾ ഉണ്ടായിരിക്കും. അവരെല്ലാവരും ആദ്യത്തെ കണ്ണീർ പൂക്കൾ ഈ അധ്യാപികമാർക്ക് വേണ്ടി അർപ്പിക്കുക എന്നുള്ളതാണ്, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി അർപ്പിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഈ ദൃശ്യങ്ങൾ ഇപ്പം എൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഈ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡിൽ ഇപ്പോഴും വലിയ ആൾക്കൂട്ടം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ മുറ്റത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കുമെങ്കിൽ ആ സ്കൂൾ മുറ്റത്തും നൂറുകണക്കിന് മനുഷ്യർ സ്കൂൾ മുറ്റത്ത് ഇതിനകം, നല്ല വെയിലാണ്, ഈ വേനൽക്കാലത്തിന്റെ മുഴുവൻ വെയിലും അതിന്റെ ചൂടുമൊക്കെ ഉണ്ട്. ആ ചൂടും വെയിലും ഒക്കെ സഹിച്ചുകൊണ്ട് അവിടെ ഞാൻ അല്പസമയത്തിനുള്ളിൽ മടങ്ങിയെത്താം. സമയം 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ്. ഇന്നലെ വൈകുന്നേരം 5:20 കൂടിയാണ് അയ്യർപ്പാടിക്കും ഈ ആളിയാർ ചെക്ക് പോസ്റ്റിനും തൊട്ടടുത്തുള്ള പ്രദേശത്ത് വെച്ച് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത്. നമുക്ക് ഇനി ആ ദൃശ്യങ്ങളിലേക്ക് പോകണം. കാര്യം ആംബുലൻസ് സ്കൂളിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ പോകുന്നത്. തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പാങ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ GLP സ്കൂള്, പള്ളിപ്പറമ്പിലേക്ക് ആംബുലൻസുകൾ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണുന്നത്. വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. 5:20 13ാമത്തെ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് 9ാമത്തെ വളവിൽ റോഡിലേക്ക് വീണാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടത്തിൽ ആ സമയത്ത് വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണു. വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ടതിൻ്റെ കാഴ്ചകളുണ്ട്.